ഊർജ വിപണിയെയും നയതന്ത്ര ലോകത്തെയും ഒരേപോലെ ഉറ്റുനോക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ നിർണായക നീക്കവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണം സുഗമമാക്കുന്നതിനായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ വീണ്ടും കടത്തിവിടാൻ രാജ്യം ഒരുങ്ങുന്നതായാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി അവസാനം ഇറാൻ US-ഇസ്രയേൽ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയും ഹോർമുസ് കടലിടുക്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരികയും ചെയ്തതിനു ശേഷം ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ പരീക്ഷണമാണിത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പലുകളായിരിക്കും ഈ ദൗത്യത്തിൽ പൂർണ്ണമായും പങ്കാളികളാകുക എന്നാണ് വിവരം. US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ കപ്പലുകൾ തകരുകയും ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ഭൂരിഭാഗം ആഗോള കപ്പൽ കമ്പനികളും ഈ റൂട്ട് പൂർണ്ണമായും ഒഴിവാക്കി. ആഗോളതലത്തിൽ കപ്പൽ മാർഗം കൊണ്ടുപോകുന്ന എണ്ണയുടെ 5/1 ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാത അടഞ്ഞതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യ കടുത്ത പ്രതിസന്ധിയിലായി. ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള അസംസ്കൃത എണ്ണയുടെ പകുതിയോളവും ഗാർഹിക LPGയുടെ ഭൂരിഭാഗവും ഈ റൂട്ട് വഴിയാണ് എത്തിയിരുന്നത്. പ്രതിസന്ധിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും നാണയപ്പെരുപ്പത്തെയും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ദൗത്യവുമായി മുന്നോട്ടു പോകാൻ രാജ്യം നിർബന്ധിതരായത്. യുദ്ധമേഖലയിലൂടെയുള്ള യാത്രയായതിനാൽ അതീവ രഹസ്യമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് ദൗത്യം ആസൂത്രണം ചെയ്യുന്നത്. കപ്പലുകൾ പുറപ്പെടുന്ന തീയതിയോ കൊണ്ടുവരുന്ന ഇന്ധനത്തിന്റെ കൃത്യമായ അളവോ സുരക്ഷാ കാരണങ്ങളാൽ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ നാവികസേനയുടെയും ആഭ്യന്തര എണ്ണ ശുദ്ധീകരണശാലകളുടെയും അന്തിമ സുരക്ഷാ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. മേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഇന്ത്യൻ നാവികസേന പശ്ചിമേഷ്യൻ തീരങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഇരട്ടിയാക്കിയിട്ടുണ്ട്. കടലിടുക്ക് കടക്കുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളും അകമ്പടി സേവിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ത്യയുടെ ഈ പുതിയ കപ്പൽ ഗതാഗത പ്ലാനിന് US, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ ഔദ്യോഗിക അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നീക്കം അതീവ സങ്കീർണമാണ്. എന്നിരുന്നാലും അടുത്തിടെ നടന്ന നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇറാൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ സുരക്ഷയും എണ്ണ വിതരണവും പ്രധാന ചർച്ചാ വിഷയമായിട്ടുണ്ടാകാം. പരമ്പരാഗത ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നതിനാൽ നയതന്ത്ര തലത്തിൽ വലിയ സമ്മർദ്ദമാണ് ഇന്ത്യ ചെലുത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഇന്ത്യക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇതേ തുടർന്ന് താൽക്കാലികമായി കപ്പലുകൾ അയക്കാൻ ശ്രമിക്കുമ്പോഴും ഭാവിയിലെ സുരക്ഷയ്ക്കായി ഒമാനിൽ നിന്ന് UAE വഴി ഗുജറാത്ത് തീരത്തേക്ക് അറബിക്കടലിനടിയിലൂടെ 2000 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള വലിയ പദ്ധതികൾക്കും ഇന്ത്യ വേഗത കൂട്ടുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ നേരിട്ട് ഗ്യാസ് എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദൂരെ കൂടുതലും ഉയർന്ന ചെലവും ഇതിന് തടസ്സമാക്കുന്നുണ്ട്. റഷ്യയുടെ ഈ പുതിയ നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് ആഗോള എണ്ണ വിപണിക്ക് വലിയൊരു ആശ്വാസമാകും. എന്നാൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇരുപക്ഷത്തു നിന്നും അനുകൂലമായ നിലപാട് ലഭിച്ചില്ലെങ്കിൽ കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ വലിയ ഭീഷണിയിലാകും. വരും ദിവസങ്ങളിൽ കേന്ദ്ര ക്യാബിനറ്റിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.